മധുരയിൽ നിന്ന് കിട്ടിയ നല്ല കുറച്ച് ഓർമ്മകൾ കൊണ്ടാണ് ഞങ്ങളുടെ കൊടൈക്കനാലിലേക്കുള്ള യാത്ര തുടർന്നത്. NH44 റോഡിലൂടെ തുടർന്ന് ഞങ്ങളുടെ യാത്ര NH 183 കയറുകയും മലനിരകളെ അടുത്തറിയാനുള്ള ആഗ്രഹം ഞങ്ങളെ കൊടൈക്കനാലിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. യാത്രയിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നത്. പിന്നെ എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് ഇവിടുന്ന് ദൃശ്യങ്ങൾ പകർത്താതെ തിരിഞ്ഞു പോകാൻ സാധിച്ചില്ല. ആർക്കെങ്കിലും ഈ സ്ഥലത്തിൻ്റെ പേര് അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇവിടുന്ന് മുൻപോട്ട് പോകും തോറും അതിമനോഹര കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. കൊടൈക്കനാലിലേക്കുള്ള ദൂരം കുറയും തോറും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായും 2 വർഷങ്ങളായി നിലകൊള്ളുന്ന ഈ പടവൃക്ഷങ്ങൾ ഞങ്ങളെ കൊടൈക്കനാലിലേക്ക് സ്വീകരിക്കുന്നതായും എനിക്ക് തോന്നി. ഇവിടുന്ന് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ വെല്ലുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കൊടൈക്കനാലിലേക്ക് മാടി വിളിക്കുന്ന നല്ല പച്ച വിരിച്ച മരനിരകളും ദൂരം കുറയും തോറും അതിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവിടുന്ന് മലച്ചെരുവിലൂടെ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന തണുത്തുറഞ്ഞ ടാറിട്ട റോഡിലൂടെ ഞങ്ങളുടെ വെളുത്ത കാർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ കാറിൻ്റെ 2 ജനാലകളും തുറന്നിട്ട് പ്രകൃതി ഞങ്ങൾക്കായി ഒരുക്കിയ വിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നു. സന്ധ്യയോടെ കൊടൈക്കനാലിലെത്തിയ ഞങ്ങൾക്ക് കോടമഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും ഒരു ചെറുമഴയുടെയും പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ കൊടൈക്കനാലിൻ്റെ ആതിഥേയത്വം സ്വീകരിക്കുന്നത്. കോടമഞ്ഞിൽ പൊതിഞ്ഞ ചന്ദ്രനിലാവത്തിൽ 2 ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റും 1 ലാവ കേക്കുമായി കൊടൈക്കനാൽ ടൗണിലൂടെ തേരാപാര ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ഈ യാത്രകൾക്ക് ഇത്രയും മാധുര്യമുണ്ടെന്ന് നമുക്കൊക്കെ ഓർമ്മ വരുന്നത്. കൊടൈക്കനാലിൽ ഞങ്ങളുടെ 2ാമത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഒത്തിരി പ്ലാനിങ്ങോടെയാണ്. അവിടെ എവിടെ പോയാലും നോക്കിയാലും നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങളാണ്. എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് 2 വട്ടം ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ അടുത്ത് കണ്ട ഈ സ്ഥലവും അങ്ങനെയൊക്കെ തന്നെ. ഞങ്ങൾക്ക് മനസ്സിൽ ഓർത്തു വെക്കാൻ ഒത്തിരി ചിത്രങ്ങൾ ഇവിടുന്ന് പകർത്തുവാൻ സാധിച്ചു. കൊടൈക്കനാലിലെ ടൗണിലെത്തിയാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ദൃശ്യം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ: കൊടൈക്കനാലിലേക്ക്. അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. കൺമുന്നിലെ കോടമഞ്ഞിൽ കൂടി ഒരു ഐസ് ചിക്കൻ കഴിച്ച് ബോട്ടിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെയും പുറത്തെയും തണുപ്പ് ബാലൻസ് ആക്കാൻ വെളിയിലിറങ്ങി എരിവോടെ ഒരു ചുട്ട സ്വീറ്റ് കോണും ഒരു പരുത്ത മാങ്ങയും കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതാണ് ഈ ലേക്ക് നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മുൻപോട്ട് പോയത് വളരെ പ്രസിദ്ധമായ കോക്കസ് വോക്കിലേക്കാണ്. അവിടെ മലച്ചെരുവിലൂടെ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന നടപ്പാതയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കൊടൈക്കനാലിൻ്റെയും ടൗണിൻ്റെയും മൂടി പുതച്ച് കിടക്കുന്ന കോടമഞ്ഞിൻ്റെയും ഒരു ദൃശ്യ വിരുന്നു തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് അടുത്തത് എവിടെ പോകണമെന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേറെയും എവിടെയുമൊക്കെയല്ല, നമ്മുടെ സ്വന്തം ഗുണാക്കേവിലേക്ക് തന്നെയാണ്. ഗുണാക്കേവ് ലക്ഷ്യമാക്കി ഞങ്ങളുടെ വെളുത്ത കാർ നനഞ്ഞ തണുത്ത റോഡിലൂടെ അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഗുണാക്കേവിലേക്കുള്ള യാത്ര വിചാരിച്ചതിലും ത്രില്ലിംഗ് ആയിരുന്നു. വളരെ നേരം ക്യൂവിൽ പെട്ട ഞങ്ങൾക്ക് ക്ലോസിംഗ് ടൈം ആകുന്നതിന് മുമ്പ് ഗുണാക്കേവ് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് സംശയമുണ്ടായിരുന്നു. ഞങ്ങൾ ഗുണാക്കേവിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതും ഗുണാക്കേവിലേക്കുള്ള എൻട്രി ക്ലോസ് ആകുന്നതും ഏകദേശം ഒരു സമയമാണെന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾക്ക് എത്രമാത്രം സന്തോഷം കിട്ടിയിട്ടുണ്ടാകുമെന്ന് അകത്ത് കയറിയപ്പോൾ. ഗുണാക്കേവിൽ ചിലവഴിച്ച നിമിഷങ്ങളിൽ മിക്കപ്പോഴും എൻ്റെ മനസ്സിലൂടെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സും സുഭാഷും കൂട്ടുകാരും അവരുടെ കഥകളും അവരുടെ ഓർമ്മകളും വന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.
കൊടൈക്കനാലിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള ഞങ്ങളുടെ യാത്ര എനിക്ക് ഈ യാത്രയിലെ മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല നിമിഷങ്ങൾ തന്നെയാണ് തന്നത്. മധുരയിൽ നിന്നുള്ള നിമിഷങ്ങളും കൊടൈക്കനാലിലേക്കുള്ള യാത്രയും പിന്നെ കൊടൈക്കനാലിലെ നല്ല നിമിഷങ്ങളും ഒരു തിരമാല പോലെ എൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. രാത്രി വളരെ വൈകിയാണെങ്കിലും ഞങ്ങൾ സ്വന്തം വീട്ടിൽ നികുഞ്ചത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഞങ്ങളുടെ യാത്രയ്ക്ക് ഞങ്ങൾ തിരുശ്ശീലയിലെത്തിയത്. അപ്പോൾ പിന്നീട് നമുക്ക് വേറൊരു വീഡിയോ കൂടെ കാണാവുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്.